നമസ്കാരം. 40 ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേലിന് ലഭിക്കുന്ന തിരിച്ചടിയിൽ വ്യാപക നാശനഷ്ടങ്ങളും സൈനിക കൊഴിഞ്ഞുപോക്കുകളും നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇസ്രായേൽ പുറത്തുവിടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലതും കുഴിച്ചു മൂടുകയാണ് നെതന്യാഹുവും IDFും ചെയ്യുന്നത്. പക്ഷേ എത്രയൊക്കെ മറച്ചു പിടിച്ചാലും യാഥാർത്ഥ്യത്തെ ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ ഇസ്രായേൽ ഭരണകൂടത്തിന് ആവില്ല. യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടുന്നില്ലെങ്കിലും മാനസികമായി അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട് എന്നതാണ് സത്യം. കാരണം അത്ര വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിന് ഓരോ ദിവസം കഴിയുന്തോറും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൂതികളും ഹമാസും ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ ചേർന്ന് 4 പോർമുഖങ്ങളാണ് ഇസ്രായേലിന് മുന്നിൽ തുറന്നു വച്ചിരിക്കുന്നത്. ഈ 4 ശത്രുക്കളും കൂടി ഒരുമിച്ച് ആക്രമിക്കാൻ തുനിഞ്ഞാൽ അത് ഇസ്രായേലിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കുമെന്ന വിലയിരുത്തലുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇസ്രായേൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സൈനികരുടെ അഭാവമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. ഗാസയിലും ലബനാനിലും നടക്കുന്ന അധിനിവേശം ഇസ്രായേലി സൈന്യത്തെ വൻ പ്രതിസന്ധിയിലാക്കിയെന്ന് റിപ്പോർട്ട്. സൈന്യത്തിന് ആളെ കിട്ടാത്തതിനാൽ 800ഓളം ഹദേരി ജൂതന്മാരെ അറസ്റ്റ് ചെയ്ത് സൈന്യത്തിൽ ചേർക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയെന്ന് ഹീബ്രു മാധ്യമമായ കാലിക്കസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. തോറ പഠനത്തിന് പ്രാധാന്യം നൽകുകയും യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് മതവിരുദ്ധമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ഹദേരികൾ. 1 വർഷത്തിലധികമായി നടക്കുന്ന അധിനിവേശം സൈനികരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഗാസയിലും ലബനനിലും നടക്കുന്ന അധിനിവേശത്തിൽ 1000ഓളം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 10,000-ലധികം സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇവർക്ക് അധിനിവേശ പ്രവർത്തനങ്ങളിലേക്ക് തിരികെ പോകാൻ സാധിച്ചിട്ടില്ല. കൂടാതെ 50,000 സൈനികരെ അയച്ചിട്ടും ലബനനിലെ ഒരു ഗ്രാമം പോലും കീഴ്പ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് യുദ്ധവിരുദ്ധരായ ഹദേരി ജൂതന്മാരെ അറസ്റ്റ് ചെയ്ത് പിടികൂടാൻ സർക്കാർ നിർദ്ദേശിച്ചതെന്ന് കാലിക്കസ്റ്റിലെ റിപ്പോർട്ടിൽ പറയുന്നു. 18-നും 26-നും ഇടയിൽ പ്രായമുള്ളവരായ 800ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ അറസ്റ്റ് വാറന്റ് ഇറക്കിയിരിക്കുന്നത്. പ്രതിവർഷം 4800 ഹദേരി ജൂതന്മാരെ സൈന്യത്തിൽ ചേർക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പലസ്തീനികളെ ആട്ടിയോടിച്ച് 1948-ൽ ഇസ്രായേൽ സ്ഥാപിച്ചപ്പോൾ സൈന്യത്തിൽ എടുക്കില്ലെന്ന് ഹദേരികൾക്ക് സർക്കാർ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ യുദ്ധം കനത്തതോടെ കൂടുതൽ സൈനികരെ ഇസ്രായേലിന് ആവശ്യമായി വരികയാണ്. തങ്ങളെ സൈനികരാക്കണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് ഹദേരികൾ ഇപ്പോൾ ഉള്ളത്. തെല്ലവീവിലും മറ്റ് നിരവധി തവണ അവർ സമരങ്ങൾ നടത്തിയിരുന്നു. ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ദൈവവിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഹദേരികളിൽ ഭൂരിപക്ഷവും. ഇസ്രായേലി ജനസംഖ്യയിലെ 13% വരുന്ന ഇവർ സയനിസ്റ്റ് ഭരണകൂടത്തിന് കനത്ത വെല്ലുവിളിയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം ജെറുസലേമിലെ ഒരു പ്രദേശത്ത് ഇസ്രായേലി സൈനിക വാഹനം ഇവർ തടഞ്ഞിരുന്നു.